എന്ത് ഒളിച്ചിക്കണ്? ഇത് നമ്മളവിടുത്തെ കോഴിയല്ലേ? യാക്കിമോനെ അമ്മിണിക്കോഴി വന്നിട്ടുണ്ടോ നോക്കാം. യാക്കിമോനെ പേടിക്കണ്ടാ. അച്ഛനടുത്ത് എന്താണെന്ന് നോക്കാം. അച്ഛനടുത്ത് ആരാണ് യാക്കിമോനെ? യാക്കിമോനെ പേടിക്കണക്ക് അമ്മിണിക്കോഴിനെ. യാക്കിമോനെ അച്ഛൻ അമ്മിണിക്കോഴി എടുത്തതാണല്ലേ? സാരം കേട്ടാ, സാരം കേട്ടാ. പോട്ടെ പോട്ടെ, സാരില്ല. ഇത് നമ്മുടെ അമ്മിണിക്കോഴിയല്ലേ? അമ്മിണിക്കോഴി കൊച്ചു വെക്കണ്ടേ? എന്തേ? പോട്ടെ പോട്ടെ, സാരില്ല സാരില്ല. എന്താണ് സുഖല്ലാവർക്കും. ഇപ്പൊ കോയിനെ പൊരുത്തി വന്നിട്ടാ. അപ്പൊ ജാക്കി ഇതിനെ കണ്ടിട്ട് പേടിച്ചിട്ട് ആ വഴിയിലൊക്കെ നടക്കുന്നുണ്ട്. ഏടാ ഇതിന് പൊരുത്തം വെക്കാൻ പോവുകയാണ്. വാ ആ വൈക്കോല് വൈക്കോലുണ്ട് മുട്ട വെക്കുക. ഇപ്പൊ 21 ദിവസം കഴിഞ്ഞിട്ട് കൊത്തും. കറക്റ്റ് ചൂട് കിട്ടിയാൽ കൊത്തും. അപ്പോൾ പുതിയ പരിപാടികളൊക്കെ ഉണ്ട്. കോഴിയൊന്നും ഇല്ലാതെ അവിടെ വയ്ക്കണ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നാച്ചുറലായിട്ടാണ് വിരിയിപ്പിക്കൽ. നാടൻ കോഴിയാണ്, ചെറുത് കണ്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിരിച്ച് 4 കുട്ടികൾ അവിടെ കോഴി കുട്ടികൾ കിട്ടി. അവിടെ എറണ്ട് 6 മുട്ട ഉണ്ട് കേട്ടോ. 7 മുട്ടയുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. അവർ 4 ആളുണ്ട്. അപ്പോൾ പിന്നെയും വന്നിട്ട് അതിൽ മുട്ട ഇടും. അപ്പോൾ അതാണ് കൂട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തത്. നാച്ചുറലായിട്ട് വിരിപ്പിക്കുമ്പോഴാണ് എപ്പോഴും നല്ലത്. അതായത് കോഴി ഇരിക്കുന്നവിടെ തന്നെ മുട്ട ഇട്ടിട്ട് അത് ഒന്നൊക്കെ ആണെങ്കിലേ നടക്കുള്ളൂ. കുറച്ച് ഒരു 4 ദിവസം മുട്ട എടുക്കാതിരുന്നാൽ അത് അവിടെ തന്നെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കുത്തി വരുമ്പോഴാണ്. അതാണ് ചില കൊത്തിലൊക്കെ മുട്ടട്ടിട്ട് അവർ അവിടെ തന്നെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ കാണുക. അപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇരിഞ്ഞ് വരുമ്പോൾ എല്ലാവരും കിട്ടും ചെയ്യും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാ ഒക്കെ പൊത്തിന് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടാ മുട്ടക്ക കോഴി ഉള്ളിലേക്കാക്കി സെറ്റായിക്കണം. ഞാൻ സെറ്റായിക്കുന്നതാണ് മുപ്പത്തേര് പറഞ്ഞത്. നിങ്ങളിന്നെ സംരക്ഷിച്ചാൽ മതി. നല്ലപോലെ നേരൊക്കെ ഇട്ടിട്ട് ജാക്കിനെ എൻ്റെ അടുത്തേക്ക് വിടരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ അമ്മിക്കോഴി. അപ്പോൾ ചിങ്ങത്തിൽ നമ്മൾ വെച്ചിട്ട് കഞ്ഞിയിൽ കൊത്തിയിറങ്ങുന്ന രീതിയിലാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതേമാതിരി അത് ചെയ്തതാണ്. എങ്ങനെയായാലും നമ്മൾ മറ്റുള്ളവരെ നിന്ന് സംരക്ഷിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ ഒറ്റൊന്നിനും കിട്ടില്ല. ഈരി, നായ, പൂച്ച, തോരൻ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അവരുടെ നിന്നൊക്കെ ആക്കണം. അപ്പോൾ കുട്ടികളായ കഴിഞ്ഞ പാട് വേറൊരു കൂട്ടിലാക്കിയിട്ട് സംരക്ഷിക്കാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തപ്പോൾ വല്ല കോഴിക്കുട്ടി കിട്ടി. 4 പെടക്കോഴിയും ഒരു ചേക്കോഴിനെയും കിട്ടി. 5 ആളെ വെച്ച് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഞങ്ങൾക്കുള്ള ഒരു ഉറപ്പ്. അപ്പോൾ അതേമാതിരിയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇനി അവിടെ കൊണ്ടാക്കിയാണ് കേട്ടോ. ഓക്കെ. ജാക്കിമോനെ അവിടെ നിന്നിട്ട് സഹിക്കണില്ല. അപ്പോഴത്തേക്കാണ് കോഴിനെ പൊത്തി വെക്കുന്ന വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ജാക്കിമോനെ ഒരു കൊത്തൊക്കെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ കോഴിനെടുന്ന്. അപ്പോൾ വന്ന് നോക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവിടെ വിശേഷം. ഓനൊന്ന് കാട്ടല്ല. ആയിക്കോട്ടെ 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 അത് പോയിക്കോ മറ്റാൾ വന്ന് നോക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് കോഴിനെ പൊരുത്തി വെക്കുന്ന വിശേഷങ്ങൾ. ഓക്കെ, ബൈ, സീ യു. ജാക്കിമോനെ കോഴിനെ പൊരുത്തി വെക്കടാ.